നമുക്ക് നെയ്യാറ്റിൻകരയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി തുറന്നുള്ള പരിശോധന ഇന്നുണ്ടാവില്ല. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം സബ് കളക്ടർക്ക് പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചത്. നാളെയോ മറ്റന്നാളോ പരിശോധന ഉണ്ടാകുമെന്ന് സബ് കളക്ടർ പ്രതികരിച്ചു. ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയതോടെയാണ് പോലീസ് സമഗ്ര അന്വേഷണം നടത്തുന്നത്. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന് കാണിച്ച് അയൽവാസിയായ വിശ്വംഭരൻ പോലീസിന് പരാതി നൽകിയിട്ടുമുണ്ട്. വിനോദ് ചേരുന്നു. വിനോദ്, എന്തായാലും ഇന്ന് തുറന്ന് പരിശോധന ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാണ്. കാരണം കളക്ടറുടെ അനുമതി പൂർണ്ണമായിട്ടില്ല. എന്താണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം? വിനോദ്, അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ്. ഇങ്ങനെ സമാധി എന്ന് പറയുമ്പോഴും നാട്ടുകാർ ഇതിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. നാട്ടുകാരെ അറിയിക്കാതെയാണ് ലാബിന് ഉള്ളിലേക്ക് മാറ്റി സമാധി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത്. മരണം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കാട്ടി അയൽവാസി വിശ്വംഭരൻ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണം. ഈ സ്ലാബ് മാറ്റി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണം. സബ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്ന് രാവിലെ മാത്രമാണ് പോലീസിന്റെ റിപ്പോർട്ട് സബ് കളക്ടറുടെ മുന്നിലേക്ക് എത്തിയത്. ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമെടുക്കും. നാളെയോ അടുത്ത ദിവസമോ സ്ലാബ് മാറ്റി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും. ഈ വീടിന് സമീപത്ത് പോസ്റ്റർ പതിച്ചിരുന്നു. ഇദ്ദേഹം സമാധിയായി എന്ന നിലയിൽ മക്കൾ തന്നെയാണ് പോസ്റ്റർ പതിച്ചത്. ഇതോടുകൂടിയാണ് ഈ വിവരം പുറത്തറിയുന്നത്. മാത്രമല്ല, ഈ നാട്ടുകാരെ അറിയിക്കാത്തത്, അത് ചില പൂജാ ചടങ്ങുകൾ ഈ വീട്ടിൽ നടത്തേണ്ടതുണ്ട്. സമാധിയുമായി ബന്ധപ്പെട്ട് ചില പൂജകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. ഇത് മറ്റാരും അറിയാൻ പാടില്ല, കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ മരണവിവരം പുറത്തു പറയാത്തതെന്നാണ് മക്കൾ പിന്നീട് വിശദീകരിച്ചത്. പക്ഷെ ഇതിലെല്ലാം തന്നെ ചില സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. സജിത്ത്, പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ നിർണായകമാണ്. അത് തുറന്നുമുള്ള പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടാവും. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കും കടന്നേക്കാം.